ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം ഞാനിപ്പം ഈ രാത്രി ഓൾമോസ്റ്റ് ഒരു 10 മണിയുണ്ട്. ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ ഞാൻ ഫ്രണ്ട്സ് കൂടെ ഇരിക്കുകയായിരുന്നു. അപ്പൊ എനിക്ക് വാട്സപ്പിൽ 10 മണിയാകുമ്പോൾ ഒരു മെസ്സേജ് വന്നു. എന്തുവാ ഹായ് എന്ന് പറഞ്ഞു. ഞാൻ മെസ്സേജ് അയച്ചതിന്റെ കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. അതിനുശേഷം ഒരു വീഡിയോ കോൾ വന്നു. ഒരു വീഡിയോ കോൾ വന്നപ്പോൾ എനിക്ക് പരിചയമില്ലാത്ത നമ്പറിൽ നിന്നാണ്. ഞാൻ അറ്റൻഡ് ചെയ്തു. പക്ഷേ വീഡിയോ പോസ് ആയിരുന്നു. ഞാൻ എന്റെ ഫ്രണ്ട് ക്യാമറ ഞാൻ എന്റെ കൈകൊണ്ട് മറച്ചാണ് ഞാനിപ്പം അത് എടുത്തിട്ട് കട്ട് ചെയ്ത് സംസാരിച്ചത് ആരെന്ന് എനിക്ക് അറിഞ്ഞുകൂടാണ്. കാരണം ഞാൻ വെച്ച് ഈ സബ്സ്ക്രൈബേഴ്സോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്റെ യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ എയർപോർട്ട് സെക്ഷനിന്റെ എന്റെ വാട്സാപ്പിന്റെ നമ്പരും കൊടുത്തേക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആയിരിക്കും ഞാൻ വിചാരിച്ചത്. പക്ഷെ പിന്നെ വിളിച്ചത് ഒരു സ്ത്രീ ആയിരുന്നു വിളിച്ചത്. അപ്പോഴും ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കൈ കൊണ്ട് അവന്റെ ഫ്രണ്ട് ക്യാമറ മറച്ചു വെച്ചിരിക്കും. ഞാനല്ല ഫോൺ കൊടുത്തത്, എന്റെ ഫ്രണ്ടാണ് ഫോൺ കൊടുത്തത്. അവന്റെ മുഖം അവന് റിവീൽ ചെയ്യാൻ താല്പര്യമില്ല. അപ്പം ഫോൺ എടുത്തപ്പോൾ അശ്ലീലമായിട്ടുള്ള കുറച്ച് വിഷ്വല്, അശ്ലീലം എന്ന് പറഞ്ഞാൽ വെറും ചെറ്റത്തരമായിട്ടുള്ള കുറെ രീതിയിലുള്ള പരിപാടി എന്ന് പറയാം. അത്തരം പരിപാടിയൊക്കെ കാണിക്കുന്ന ഇത് ഞാൻ അപ്പൊ തന്നെ നമ്പർ എടുത്ത് ബ്ലോക്ക് ചെയ്തു. കാരണം എന്ന് പറഞ്ഞാൽ ഇത് അറിയണം. ഈ നമ്പർ നിങ്ങൾ എവിടെ കണ്ടാലും ഞാൻ പറഞ്ഞിട്ട് എനിക്ക് പേഴ്സണൽ അനുഭവമാണ്. ഇങ്ങനെ അനുഭവം ആർക്കും ഉണ്ടാവരുത്. ഇപ്പൊ തന്നെ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും. കാരണം എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള തെണ്ടിത്തരമൊക്കെ കാണിക്കുന്നവരെ പൊക്കണം, സത്യമായിട്ടും പൊക്കണം. ഇതൊക്കെ പരമ ചെറ്റത്തരവാ. ഫ്രണ്ട്സ് ആണെങ്കിൽ തമാശക്കാണെന്നുണ്ടെങ്കിൽ കാണിച്ചത് പൂലോക തന്തേലാഴിയായി പോയി. അല്ലെങ്കിൽ ആരും കാര്യമായിട്ടാണെന്നുണ്ടെങ്കിൽ നിനക്കൊക്കെ വേറെ ആരെങ്കിലും എടുക്ക് പോയി എന്തെങ്കിലും കാണിക്കാം. മറ്റൊന്നും കൊണ്ടല്ല. എനിക്ക് ഇക്കാര്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആടുകയും മോശമായിട്ടല്ല, ഒരു പെണ്ണുങ്ങെടുക്കുകയും മോശമായിട്ടോ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരാളല്ല. എനിക്ക് ഇത്തരം കാര്യങ്ങളോട് ഇഷ്ടമല്ല. എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ ആരുടെ സീരിയസ് ആയിട്ട് ചെയ്താണെങ്കിൽ ആ നമ്പർ ഉൾപ്പെടെ ഞാൻ കൊടുക്കും. ആ നമ്പർ ഉൾപ്പെടെ ഉറപ്പായിട്ടും ഞാൻ കൊടുക്കും. എന്ത് വന്നു വെച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഭവിഷ്യത്തുകൾ നിങ്ങൾ തന്നെ അനുഭവിച്ചോണം. നിങ്ങളെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് അല്ല, ഈ വിളിച്ചവര്. പറ്റുവാണെന്നുണ്ടെങ്കിൽ സൈബർ സിറ്റി വേണമെങ്കിൽ കംപ്ലൈന്റും കൊടുക്കും. കാര്യമായിട്ട് ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ല. എന്റെ ഫ്രണ്ട് അടുത്തിരിപ്പുണ്ട്, അതുകൊണ്ട് പുള്ളി ചേട്ടനോട് സംസാരിക്കുന്നത്. പക്ഷെ ഈ കാണിച്ചത് ആരായാലും കൈ കയറിക്കുന്നു ഫോൺ പിടിച്ചിട്ട്. ഈ കാണിച്ച ആരായാലും ലോക ചെറ്റത്തരമായി പോയി. അങ്ങനെ കാണിക്കരുത്. നിങ്ങളെ മറ്റുള്ളവരോടൊക്കെ കാണിച്ചു, എന്റെ അടുക്കെ കാണിക്കരുത്. പിന്നെ ഇതൊരു സ്കാം ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ ഇതിനോട് താല്പര്യമുള്ള ആൾക്കാരെ ജസ്റ്റ് കോണ്ടാക്ട് ചെയ്തിട്ട് ആദ്യമേ വീഡിയോ കോൾ ചെയ്ത് എന്തെങ്കിലും ചെറിയ പരിപാടിയൊക്കെ ഒപ്പിച്ചിട്ട് പൈസ കൊടുത്ത് അങ്ങനെയൊക്കെയുള്ള പരിപാടിക്ക് ആയിരിക്കും. എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എന്തായാലും ആ നമ്പർ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് അതിനോടൊന്നും യാതൊരു താല്പര്യമില്ല. ദൈവത്തെ ഓർത്ത് എന്നെ ഉപദ്രവിക്കരുത്. കാര്യങ്ങളല്ല ഇങ്ങനെയുള്ള ഒരുപാട് നിങ്ങൾ മെസ്സേജ് വരുമായിരിക്കും. പക്ഷെ ഇതിന്റെ ഭവിഷ്യത്ത് എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളെല്ലാവരും കൂടെ പറയുവാണെന്നുണ്ടെങ്കിൽ എന്റെ നമ്പരല്ല വേറൊരു നമ്പറിൽ നിന്ന് നമുക്ക് നോക്കാം. ഇത് എങ്ങനെയാണ് സംഭവം, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്പർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പൊ എനിക്ക് ഇത്രയേ ഉള്ളൂ പറയാം. നിങ്ങൾ ആരും ഇത്തരം ട്രാപ്പ് ചെന്ന് കയറരുത്. എന്റെ ഫ്രണ്ട്സ് ആയാലും ആണെന്നുണ്ടെങ്കിൽ നിന്നെയൊക്കെ കൈ കിട്ടി പെടലി അടിച്ചെന്നിരിക്കും. ഞാൻ തെമ്മാടത്തരം കാണിച്ചെന്ന് അറിയണം. സത്യമായിട്ടും എന്തൊക്കെ വിഷയം ഉണ്ടെങ്കിലും വീട്ടിൽ കയറി അടിക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഫ്രണ്ട്സ് ഒന്നും ആയിരിക്കത്തില്ല. എങ്കിലും ഞാൻ പറഞ്ഞതാണ്. കാണിച്ചത് ആരായാലും തെറ്റായിപ്പോയി. ഇത്രയേ ഉള്ളൂ പറയാൻ. ഞാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്തേക്കാം. കാരണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എവിടെയും വേണം. കാരണം മറ്റൊന്നും കൊണ്ടല്ല. ഇത് ഒരാളെ ഭാവിയിൽ ഇപ്പം തകർന്നു. ഇപ്പം നാട്ടുകാർ ഉൾപ്പെടെ പറയും അവൻ ഇങ്ങനെയെന്ന് വരെ പറയും. നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയല്ല, എങ്കിലും എന്റെ ഒരു സമാധാനത്തിന് വേണ്ടി എടുത്തുക്കുന്ന വീഡിയോ ആണ് ഇത്.